ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരേ അളവിൽ ഒന്നിലധികം ടോപ്പ് കട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതെങ്ങനെ കട്ട് ചെയ്യാമെന്ന് കാണിക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ എനിക്കിവിടെ 5 ടോപ്പ് ഒരേ അളവിൽ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഇതുപോലെ ക്ലോത്തിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ അതിനെ നടുമടക്കാതെ ഒരു സൈഡിൽ നിന്നും നമുക്ക് അളവ് എത്ര വേണ്ടത് അതിനനുസരിച്ച് മടക്കി 3 പീസ് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ എങ്ങനെയാണ് മടക്കേണ്ടത് എന്ന് കാണിക്കാം. 12.5 ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ മടക്കുക. എന്നിട്ട് അങ്ങനെ 3 ക്ലോത്ത് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതും ഇതുപോലെ തന്നെ മടക്കി വെക്കുക. നമുക്ക് എത്രയാണ് വിഡ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ മടക്കുക. അപ്പോൾ ഇത് മടക്കി വെച്ചതുപോലെ തന്നെ അടുത്ത ടോപ്പിനുള്ളത് നമുക്ക് മടക്കാം. കണ്ടല്ലോ, ആ ഒരളവിൽ തന്നെ അതിൻ്റെ സൈഡിൽ വരുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ 2 ഫോൾഡറായി മടക്കുന്നത്. കണ്ടല്ലോ, ഇതുപോലെ. അപ്പോൾ നമ്മുടെ ഹിപ്പ് വിഡ്ത്ത് എത്രയാണോ അതിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വിഡ്ത്ത് നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഈ ഒരു വീതിക്ക് തന്നെ താഴെ വരെ നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് അതുവരേക്കും ഇതുപോലെ ഈ ഒരു 12.5 വിഡ്ത്തിൽ ഫുള്ള് മടക്കിയതിന് ശേഷം നമുക്ക് ലെങ്ത്ത് എത്ര വേണ്ടത് അതിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്ത് അത് അവിടെ നിന്നും മടക്കി 4 ഫോൾഡറായി ഇതുപോലെ മടക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഈ ഇങ്ങനത്തെ ക്ലോത്ത് കിട്ടുമ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്ന് മടക്കിയാൽ അപ്പുറത്തുള്ള അത്രയും ഭാഗം നമുക്ക് ക്ലോത്ത് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലോത്ത് ഒരു തലക്കിൽ നിന്നും വീതി 12.5 എടുത്ത് ഇതുപോലെ മടക്കി വെച്ചു. ഇനി ഇത് 4 ഫോൾഡറായി മടക്കി വെക്കുക. 4 ഫോൾഡർ ആക്കാൻ വേണ്ടി നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അതിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ. ആദ്യം നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് അതിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്ത് ലെങ്ത്ത് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ ഒരു ഭാഗത്ത് ഇതുപോലെ പിടിച്ചിട്ട് വേണം 4 ഫോൾഡറായി മടക്കി വെക്കാൻ. അപ്പോൾ നമുക്ക് ഒരേ അളവിൽ 4-5 ചുരിദാർ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയാൽ ഇതുപോലെ മടക്കി വെക്കുക. എല്ലാ ശീലയും ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ഏറ്റവും മുകളിലുള്ള പീസിൽ നമുക്ക് അടയാളപ്പെടുത്തി കട്ട് ചെയ്യാം. അപ്പം ആ ഒരു മെത്തേഡാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടല്ലോ, 12.5 ഇഞ്ചിലാണ് നമ്മൾ ഈ ഒരു വീതിക്ക് മടക്കിയിട്ടുള്ളത്. 12.5 ഇഞ്ച് വീതിയിലാണ് ഇതുപോലെ മടക്കി വെച്ചത്. 1 2 3 4 ടോപ്പിനുള്ള പീസ് നമ്മൾ ഇതുപോലെ മടക്കി വെച്ചു. ഇനി ഒരു ടോപ്പും കൂടെ ഒരു ക്ലോത്തും കൂടി മടക്കി വെക്കാനുണ്ട്. ഇനി 5ാമത്തെ ഈ ഒരു ക്ലോത്തും കൂടി ഇതുപോലെ തന്നെ മടക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഈ ക്ലോത്തിൻ്റെ മിഡിലാക്കി മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ പീസ് നഷ്ടപ്പെടും. ക്ലോത്ത് പിശുക്കി ഇതുപോലെ മടക്കുകയാണെങ്കിൽ നമുക്ക് ആ സൈഡിൽ വരുന്ന പീസൊക്കെ ബാലൻസ് വരും. അപ്പോൾ നമുക്ക് കുട്ടികൾക്കോ അങ്ങനെ കട്ട് പീസ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യാം. കണ്ടില്ല, ഇതുപോലെ തന്നെ 12.5 ഇഞ്ച് അടയാളപ്പെടുത്തി ഇതുപോലെ മടക്കുക. അപ്പോൾ നമുക്ക് എത്രയാണോ ഹിപ്പ് റൗണ്ട് വേണ്ടത് അതിലേക്ക് 2-3 ഇഞ്ച് ഏറെ എടുത്തതിന് ശേഷമാണ് ഈ ഒരു ഫോൾഡിങ് നമ്മൾ മടക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം മടക്കിയത് എല്ലാവരും കണ്ടില്ലേ, അതേപോലെ തന്നെ ഇതും മടക്കി വെക്കുക. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ 5 ടോപ്പിനുള്ള പീസ് ഞാൻ ഇതുപോലെ മടക്കി വെച്ചു. കണ്ടല്ലോ, 6 സൈഡിൽ വരുന്നതൊക്കെ ബാലൻസാണ്. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ 5 ടോപ്പിനുള്ള ക്ലോത്ത് ഇതുപോലെ അട്ടിക്കട്ടിക്ക് മടക്കി വെച്ചു. ഇനി ഏറ്റവും മുകളിൽ നിന്നും താഴേക്ക് ലെങ്ത്ത് എത്രയാണോ അതിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്ത് ലെങ്ത്ത് അടയാളപ്പെടുത്തുക. ലെങ്ത്ത് നമുക്ക് 40 വേണ്ടത്. അതിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്ത് 42 അടയാളപ്പെടുത്തുക. കണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് ഫോൾഡിങ്ങുള്ള
ഭാഗമാണ്. കണ്ടല്ലോ 4 ഫോൾഡറാക്കി മടക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഫോൾഡിങ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന ടോപ്പിൻ്റെ അളവ് നോക്കാം. കണ്ടല്ലോ, ലെങ്ത്ത് 40, ഷോൾഡർ 14, സ്ലീവ് 14, റിഗാള് 12, മസിലിൻ്റെ അവിടെയുള്ള ഭാഗത്ത് 9, ഏറ്റവും താഴെ 9, ചെസ്റ്റ് 16.5, വേസ്റ്റ് 14, ഹിപ്പ് 16.5. ലേഗൊക്കെ 1.5 ഇഞ്ച് ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ആദ്യം നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തി. ഇനി അടുത്തായിട്ട് ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ നമുക്ക് 14 കിട്ടിയത്. അതിൻ്റെ പകുതി 7 അടയാളപ്പെടുത്തുക. ഷോൾഡർ നമുക്ക് എത്രയാണ് കിട്ടുന്നത് അതിൻ്റെ പകുതിയാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇനി ഇതുപോലെ താഴേക്ക് ആം ഹോൾ അടയാളപ്പെടുത്തുക. ആം ഹോൾ 6.5 അടയാളപ്പെടുത്തുക. ഷോൾഡറിൻ്റെ അതേ അളവാണ് നമ്മൾ ആം ഹോൾ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ തടിയില്ലാത്ത ഒരാളായതുകൊണ്ടാണ് 6.5 എടുത്തത്. ഇനി ഇതുപോലെ വരച്ച് ഒരു കർവ് കൊടുക്കുക. ഈ ഒരു ആം ഹോളിൻ്റെ മൂലയിൽ നിന്നും 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ ഒരു കർവ് വരക്കുക. കണ്ടല്ലോ, ഇതുപോലെ കർവ് കൊടുക്കുക. അതിനുശേഷം ചെസ്റ്റ് അടയാളപ്പെടുത്താം. ചെസ്റ്റ് നമുക്ക് 16.5 നമ്മുടെ ചെസ്റ്റിൻ്റെ വിഡ്ത്ത്. അതിൻ്റെ പകുതി 8.25 അടയാളപ്പെടുത്തുക. അതിലേക്ക് 1.5 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യുക. അതിനുശേഷം വേസ്റ്റ് ലെങ്ത്ത് അടയാളപ്പെടുത്തുക. വേസ്റ്റ് ലെങ്ത്ത് 13 ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണ് വേസ്റ്റ് ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് 13, 14 എടുക്കാം. അപ്പോൾ ഞാനിവിടെ 13 അടയാളപ്പെടുത്തിയ അവിടെയുള്ള വിഡ്ത്ത് 14 നമുക്ക് വേണ്ടത്. അപ്പോൾ അവിടെ 7 ഇഞ്ച് അടയാളപ്പെടുത്താം. അതിലേക്ക് 1.5 ഇഞ്ച് സീം അലവൻസും ആഡ് ചെയ്യുക. ഇനി ഷോൾഡറിൽ നിന്നും താഴേക്ക് ഹിപ്പ് ലെങ്ത്ത് അടയാളപ്പെടുത്തുക. ഹിപ്പ് ലെങ്ത്ത് 20 അടയാളപ്പെടുത്തിയത്. അതിൻ്റെ വിഡ്ത്ത് 16.5 അടയാളപ്പെടുത്തി. അതിൻ്റെ പകുതിയാണ് കേട്ടോ അടയാളപ്പെടുത്തേണ്ടത്. എന്നിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയ എല്ലാ ഭാഗവും ഇതുപോലെ ജോയിൻ ചെയ്യുക. ഒരുവിധം ആൾക്കാർക്കൊക്കെ ചെസ്റ്റ് വിഡ്ത്ത് എത്രയാണോ അത് തന്നെയായിരിക്കും ഹിപ്പ് വിഡ്ത്ത് ഉണ്ടാവുക. അപ്പോൾ ഷോൾഡർ നമ്മൾ അടയാളപ്പെടുത്തി, ആം ഹോൾ അടയാളപ്പെടുത്തി, ചെസ്റ്റ് അടയാളപ്പെടുത്തി, വേസ്റ്റ് വിഡ്ത്ത് അടയാളപ്പെടുത്തി, ഹിപ്പ് വിഡ്ത്ത് അടയാളപ്പെടുത്തി, ഒക്കെ വരച്ചെടുത്തു. ഇനി നമുക്ക് പ്ലെയർ അടയാളപ്പെടുത്താണ്. അപ്പോൾ ഹിപ്പ് വിഡ്ത്ത് നമ്മൾ എത്രയാണ് അടയാളപ്പെടുത്തി അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്തിട്ടാണ് പ്ലെയറിൻ്റെ വിഡ്ത്ത് കാണുന്നത്. കണ്ടല്ലോ, 1 ഇഞ്ച് ആഡ് ചെയ്തു. ഇനി അതിലേക്ക് ഒരു 1/2 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ടാണ് താഴെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് പ്ലെയർ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ വീഡിയോ നല്ല രീതിയിൽ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടല്ലോ, ഏറ്റവും താഴെ ലെങ്ത്ത് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നമുക്ക് ഒരു 11 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് ഇതുപോലെ വരച്ച് നമ്മൾ ഹിപ്പിൻ്റെ അവിടെ 1 ഇഞ്ച് എയർ അടയാളപ്പെടുത്തില്ലേ, ആ ഭാഗത്തേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. ഇതുപോലെ ടേപ്പ് വെച്ച് അല്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. കണ്ടല്ലോ, നമ്മുടെ സ്ലിറ്റിനുള്ള ഭാഗവും വരച്ചെടുത്തു. ഇനി നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയ എല്ലാ ഭാഗത്തും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ആദ്യം 2 ടോപ്പിലുള്ള ക്ലോത്ത് കട്ട് ചെയ്യുക. ഒന്നായിട്ട് കട്ട് ചെയ്യാൻ നമുക്ക് കത്രികയോട് കഴിയില്ല. അപ്പോൾ നമുക്ക് 2 ടോപ്പ് ഇതുപോലെ കട്ട് ചെയ്യാം. അതിനുശേഷം താഴെയുള്ളതും കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒറ്റ അളവിൽ തന്നെ നമുക്ക് 5 കട്ട് ചെയ്യാം. കണ്ടല്ലോ, അപ്പോൾ ഒരു അളവാണ് നമ്മൾ ഇവിടെ വരച്ചെടുത്തത്. സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസിയാണ്. അപ്പോൾ 1, 2, 1-ലധികം ടോപ്പുകളൊക്കെ കട്ട് ചെയ്യാൻ ഒരേ അളവിലുണ്ടെങ്കിൽ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം കട്ട് ചെയ്യുക. അപ്പോൾ കണ്ടല്ലോ, മേലത്തെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി അതിൻ്റെ താഴെയുള്ളതും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ
ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടോപ്പ് കട്ടിങ് കഴിഞ്ഞു. ഇനി സ്ലീവ് കട്ട് ചെയ്യാം. അതിനുവേണ്ടി ഈ ഒരു ക്ലോത്തിൻ്റെ താഴെ ആ പോർഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെങ്ത്ത് 14 വേണ്ടത്. അതിലേക്ക് 1.5 ഇഞ്ച് ആഡ് ചെയ്ത് ഇതുപോലെ 4 ഫോൾഡറായി മടക്കി വെക്കുക. അപ്പോൾ 5 പീസും ഇതുപോലെ തന്നെ 4 ഫോൾഡറാക്കി മടക്കി വെക്കുക. അപ്പോൾ നമ്മളിത് 5 പീസും ഇതുപോലെ വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഈ ലെങ്ത്ത് അടയാളപ്പെടുത്തുക. ലെങ്ത്ത് 14, അതിലേക്ക് 1.5 ഇഞ്ച് ആഡ് ചെയ്ത് 15.5 അടയാളപ്പെടുത്തുക. ഇനി ആം ഹോളിൻ്റെ കർവ് വരയ്ക്കാൻ വേണ്ടി 7 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിലേക്ക് 1.5 ഇഞ്ച് ആഡ് ചെയ്യുക. അടുത്തതായിട്ട് 2.25 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതുപോലെ ഒരു കർവ് വരയ്ക്കുക. 7 ഇഞ്ച്, അവിടെ 7 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിലേക്ക് 1.5 ഇഞ്ച് ആഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു 7 ഇഞ്ചിലേക്ക് നമ്മൾ 6.5 ഇഞ്ചല്ലേ ആം ഹോൾ വരച്ചത്. അപ്പോൾ അതിലേക്ക് 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഇവിടെ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയത്. അതുപോലെ 8 ഇഞ്ച് ലെങ്ത്തിൽ 9 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിൻ്റെ പകുതി 4.5. അതിലേക്ക് 1.5 ഇഞ്ച് സീം അലവൻസ്. ഏറ്റവും താഴെയും 4.5 അടയാളപ്പെടുത്തുക. അതിൻ്റെ സീം അലവൻസും ചേർത്ത് വരച്ച് കട്ട് ചെയ്യുക. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വളരെ സുഖമാണ്. ഇത്ര സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. 5 പീസ് വെച്ചതുകൊണ്ട് അത് ഒന്നായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണിച്ച് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. കണ്ടല്ലോ, 5 സ്ലീവ് നമുക്ക് കട്ട് ചെയ്തു. അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു. നെക്കൊക്കെ ഓരോ മോഡലാണ് ഓരോ ടോപ്പിനും കൊടുത്തിട്ടുള്ളത്. വി നെക്ക്, റൗണ്ട് നെക്ക്, അതുപോലെ കോളറ്, ഹാഫ് കോളറ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനിയും അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.